യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും എം പിമാരൊക്കെ ചെയ്ത പണിക്ക് വേണ്ടിയിട്ട് സാധാരണ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിന് മാത്രം വർഷങ്ങളോളം വോട്ട് കുത്തിയിട്ടുള്ള സാധാരണക്കാരൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ഇളിബരായി നിൽക്കേണ്ട അവസ്ഥ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുള്ളതാണ്. അത് നേതാക്കന്മാർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ്. അപ്പോൾ കോൺഗ്രസ് എത്തി നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഇതിനൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നറിയോ? ഒരു 3-4 നേതാക്കന്മാർ ഒരു പാർലമെൻ്ററി യോഗം ചേർന്നിട്ട് വിളിച്ചു പറയണം, രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെച്ച് പുറത്തു പോ, ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, ഇവിടെ കോൺഗ്രസ് വേണം എന്ന് പറയണം. അത് പറയാൻ ഈ നേതാക്കന്മാർക്ക് തൻ്റെ ഇടമില്ലാന്ന്. എന്നിട്ട് പറയാണ് കുറച്ച് അഞ്ച് പേര് മാറി എന്നിട്ട് പറയും, ഒരു എം പി കുറച്ച് നേതാക്കന്മാരും വന്ന് പറയും രാഹുൽ മാങ്കൂട്ടത്തിന് ഞങ്ങൾ സപ്പോർട്ടാണ്, അത് അവനൊരു തെറ്റ് ചെയ്തിട്ടില്ല. അയാൾ തന്നെ വന്ന് പറയാണ് എനിക്ക് ഏകദേശം തീരുമാനമായി, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം പോലും പറയുന്നില്ല. അപ്പോൾ കുറച്ച് മറ്റുള്ള ആൾക്ക് കാര്യം മനസ്സിലായി, ഇതാകെ പൊളിഞ്ഞ് വീഴാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ പറയാം നിങ്ങൾ ഇപ്പോഴെങ്കിലും ഇറങ്ങിപ്പോ, എന്നാൽ ഈ സാധനം നിന്നോളൂ എന്നുള്ളത്. എന്നിട്ട് എന്താ ഇവരൊക്കെ ഈ ശുദ്ധി കലശൊക്കെ വളർത്തി തിരിച്ചു വരട്ടെ എന്ന് അന്നേരം എടുക്കാമല്ലോ. ഒരു 5 വർഷം കൊണ്ട് തീരുമാനമാവില്ലല്ലോ. ഇനി ഇവരെങ്ങനെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ഈ ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റു തുന്നമ്പാടി, അടുത്ത ഇലക്ഷൻ തോറ്റു തുന്നമ്പാടി, ഇതെന്നും ചർച്ചയായിരിക്കുമല്ലോ. കാരണം ഇനിയിപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കണം നോക്കുക. ഈ കാര്യങ്ങളൊന്നുമില്ല നീ പരാതി പറഞ്ഞ പെൺകുട്ടികളെല്ലാം ഒന്ന് പറയണ്ടേ, അല്ലാതെ തിരിച്ചെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിനനുസരിച്ച് അന്വേഷണ റിപ്പോർട്ട് വരണ്ടേ? ഇതല്ലാതെ തിരിച്ചെടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിന് തിരിച്ചെടുക്കാൻ ഒരു കാരണമുണ്ടോ? അപ്പോൾ ഇനി പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത ബഡ്ജറ്റ് ബഡ്ജറ്റ് ഉണ്ടല്ലോ, സെക്ഷൻ ഉണ്ടല്ലോ, ആ ബഡ്ജറ്റ് സെക്ഷനിലും കൂടെ ഈ ഇദ്ദേഹത്തെ ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് ആയിക്കൊണ്ടിരുന്നിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ ഒരു നാടകീയതയൊക്കെ നാളെ കാണാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.